ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ നിങ്ങൾക്ക് 10,000 രൂപ തരാം. അത് ഇന്ന് വേണോ അതോ നാളെ വേണോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കും. എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? പെട്ടെന്ന് കിട്ടിയാൽ ഇന്ന് തന്നെ ഉപയോഗിക്കാലോ എന്ന് വിചാരിച്ച് ഭൂരിഭാഗം ആളുകളും ഇപ്പൊ മതി എന്നായിരിക്കും പറയുന്നുണ്ടാവുക. ഇനി ആരെങ്കിലും നാളെ മതി എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇന്ന് കിട്ടുന്ന 10,000 രൂപയും നാളെ കിട്ടുന്ന 10,000 രൂപയും ഒരേ വാല്യൂ അല്ല. ഇന്നത്തേതിനാണ് നാളത്തേതിനേക്കാൾ വാല്യൂ കൂടുതലുള്ളത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഒരു ഫിനാൻഷ്യൽ റിയാലിറ്റിയാണ്. ഇതിനെ നമുക്ക് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയാം. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ പൈസനെ കാണുന്ന രീതി തന്നെ മാറും. നിങ്ങളൊരു 100ന്റെ നോട്ട് എടുക്കുക. ഇന്ന് ആ 100ന്റെ നോട്ടും 10 വർഷം കഴിഞ്ഞാൽ 100ന്റെ നോട്ടും കാണാൻ ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. പക്ഷെ അത് കൊടുത്താൽ ഇന്ന് വാങ്ങുന്ന സെയിം പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അന്ന് വാങ്ങിക്കാൻ കഴിയില്ല. 10 വർഷം മുമ്പ് നിങ്ങളൊരു ഹോട്ടലിൽ സദ്യ കഴിക്കാൻ പോയാൽ 150 200 രൂപയ്ക്ക് നിങ്ങൾക്ക് സദ്യ കഴിക്കാൻ പറ്റും. ഇന്ന് അതേ സദ്യക്ക് 400 500 രൂപ കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇത് സദ്യയുടെ ക്വാളിറ്റി കൂടിയതുകൊണ്ടോ കറികളുടെ എണ്ണം കൂടിയതുകൊണ്ടോ അല്ല പൈസ കൂടിയത്. പൈസയുടെ മൂല്യം കുറഞ്ഞു, അതായത് പർച്ചേസിംഗ് പവർ കുറഞ്ഞു. ഒരു 100ന്റെ നോട്ട് 5 വർഷം കഴിഞ്ഞെടുത്താലും അതിൽ എഴുതിയിരിക്കുന്നത് 100 എന്ന് തന്നെയായിരിക്കും. പക്ഷേ അതിന്റെ റിയൽ വാല്യൂ ടൈം കഴിയുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ത് സാധനത്തിന്റെയും പണ്ടത്തെ വിലയും ഇന്നത്തെ വിലയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കിത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് 5 വർഷം മുമ്പ് നിങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന സാധനത്തിന് ഇന്ന് എത്ര രൂപയാണ് കൊടുക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന്. പൈസയ്ക്ക് ഏറ്റവും വാല്യൂ ഉള്ളത് അത് പ്രസന്റ് ടൈമിലായിരിക്കും. സമയം കഴിയുന്നതിനനുസരിച്ച് ഫ്യൂച്ചറിൽ ഇതേ പൈസയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് കിട്ടുന്ന 10,000 രൂപയാണ് നാളെ കിട്ടുന്നതിനേക്കാൾ വാല്യൂ കൂടുതലുള്ളതെന്ന്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടാവുക? ഒന്നാമത്തെ കാരണം അതിന്റെ ഏർണിംഗ് പൊട്ടൻഷ്യലാണ്. നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന പൈസയ്ക്ക് സമയം കഴിയുന്നതിനനുസരിച്ച് അതിന്റെ മൂല്യം വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ കയ്യിൽ ഇന്ന് പൈസ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ നിന്ന് നമുക്ക് റിട്ടേൺസ് കിട്ടും. ഈ റിട്ടേൺസ് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്താൽ അവിടെ റിട്ടേൺസ് കൂടുതൽ കിട്ടിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മളുടെ കയ്യിൽ ഇന്നുള്ള പൈസയ്ക്ക് ഗ്രോ ചെയ്യാനായിട്ട് അവിടെ ടൈം അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതേ പൈസ നമുക്ക് ഫ്യൂച്ചറിലാണ് കിട്ടുന്നതെങ്കിൽ അതിന് ഈ ഗ്രോ ചെയ്യാനുള്ള ടൈം അവൈലബിൾ ആവുന്നില്ല. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് 1,00,000 രൂപ കിട്ടിയാൽ അതിനടുത്ത 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിന്റെ വാല്യൂ നിങ്ങൾക്ക് കൂട്ടാനായിട്ട് പറ്റും. ഇനി നേരെ മറിച്ച് ഈ 1,00,000 രൂപ നിങ്ങൾക്ക് 5 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഈ 5 വർഷം പീരീഡ് കൊണ്ട് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഗ്രോത്ത് അവിടെ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് പൈസയ്ക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളത് പ്രസന്റ് ടൈമിലാണ്. ഫ്യൂച്ചറിൽ അതിന്റെ വാല്യൂ വളരെയധികം കുറവായിരിക്കും. ഇനി രണ്ടാമത്തെ കാരണം അത് ഇൻഫ്ലേഷൻ ആണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില സമയം കഴിയുന്നതനുസരിച്ച് കൂടുന്നതിനെയാണ് ഈ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പണത്തിന്റെ വാല്യൂ അവിടെ കുറയും. നിങ്ങൾ ഇന്ന് 100 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനം ഒരു വർഷം കഴിഞ്ഞാൽ ഒരു പക്ഷേ 120 150 രൂപ കൊടുത്താലായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇവിടെ സാധനത്തിന്റെ വില കൂടിയതല്ല, അതിനേക്കാൾ മറിച്ച് നമ്മളുടെ പൈസയുടെ പർച്ചേസിംഗ് പവർ കുറയുന്നതാണ്. പലർക്കും തോന്നും എനിക്ക് സേവിങ്സ് ഉണ്ട്, ഞാൻ സേഫ് ആണ് എന്ന്. ഇൻഫ്ലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ സേവിങ്സിന്റെ വാല്യൂ ഫ്യൂച്ചറിൽ അത്ര പവർഫുൾ ആയിരിക്കില്ല. ഇന്ന് നിങ്ങൾ 10 ലക്ഷം രൂപ കൊടുത്ത് ചെയ്യുന്ന കാര്യം 10 15 വർഷം കഴിഞ്ഞിട്ട് ചെയ്യാൻ ഒരു പക്ഷേ 15 20 ലക്ഷം ചെലവാക്കേണ്ടി വന്നേക്കാം. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ലഭ്യത കുറയുക, ഇതേ സമയം ഇക്കോണമിയിൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഡിമാൻഡ് കൂടുക, ക്രൂഡ് ഓയിൽ പോലുള്ള പ്രൈസസ് ഇൻക്രീസ് ചെയ്യുക, കറൻസിയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഡെവലപ്പിംഗ് നേഷൻസിൽ ഇൻഫ്ലേഷൻ കൂടാൻ കാരണമാവുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല. ഇന്ത്യ പോലെ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ മോഡറേറ്റ് ഇൻഫ്ലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇക്കോണമിയിൽ ഡിമാൻഡ് കൂടുന്നുണ്ടെന്നും ഇക്കോണമി വളരുന്നുണ്ടെന്നും കാണിക്കുന്ന ഒന്നാണിത്. ഇന്ത്യ പോലൊരു ഡെവലപ്പിംഗ് കൺട്രിയിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 5 മുതൽ 8% വരെ അയക്കാം. ഇന്ത്യയിൽ അതിപ്പോൾ ഏകദേശം 6% അടുത്താണ്. അമേരിക്ക പോലുള്ള ഡെവലപ്ഡ് കൺട്രിയിൽ 2 മുതൽ 4% വരെ ഇൻഫ്ലേഷൻ റേറ്റ് വന്നേക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. നമുക്ക് ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ പൈസേനെയാണ്. ഇൻഫ്ലേഷനിൽ അത് ഇല്ലാതാവാതിരിക്കാൻ നമുക്കതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ കേട്ട ഒരാൾക്ക് 2 കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഒന്നാമത്തെ കാര്യം, നാളെ കിട്ടുന്നതിനേക്കാൾ സെയിം പൈസ ഇന്ന് കിട്ടുന്നതാണ് ഏറ്റവും വലുത്. നിങ്ങൾ ഇന്ന് കടം കൊടുത്ത 10,000 ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതേപോലെ തിരിച്ചു കിട്ടിയാലും ആക്ച്വലി ആ 10,000 എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് സാരം. രണ്ടാമത്തെ കാര്യം, ഇൻഫ്ലേഷൻ കാരണം നമ്മളുടെ പൈസയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ
ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ പൈസയുടെ വാല്യൂ കുറയാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ഇൻഫ്ലേഷൻ 6% അതിന്റെ അർത്ഥം ഓരോ വർഷവും പൈസയുടെ വാല്യൂ 6% ഇല്ലാതാകുന്നു എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അത് സംഭവിക്കാതിരിക്കാൻ 6% ഗ്രോത്ത് നമ്മളുടെ പൈസയ്ക്ക് കിട്ടണം, ശരിയല്ലേ? എന്നാൽ നിങ്ങളുടെ പൈസ നിങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് ഈ ഇൻഫ്ലേഷന്റെ എഫക്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിലുള്ള പൈസയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ഏകദേശം 3% ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ 6% ഇൻഫ്ലേഷൻ ഉള്ളപ്പോൾ ഏകദേശം 3% വാല്യൂ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലെ പൈസയ്ക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 1,00,000 രൂപ നിങ്ങൾ ഇങ്ങനെ സേവിങ്സ് അക്കൗണ്ടിൽ വെച്ചാൽ ഒരു വർഷം കഴിയുമ്പോൾ അതിന്റെ വാല്യൂ 3% അവിടെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. പലരും സേഫ്റ്റി പറഞ്ഞുകൊണ്ട് സേവിങ്സ് അക്കൗണ്ടിൽ വെച്ചിരിക്കുന്ന പൈസ നമ്മൾ അറിയാതെ അതിന്റെ ഉള്ളിൽ തന്നെ സ്ലോലി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ FDയിൽ വെച്ചിട്ടുള്ള പൈസ ആണെങ്കിലോ 6% നിങ്ങൾക്ക് FDയിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ 30% ടാക്സ് ബ്രാക്കറ്റിലുള്ള ഒരാളാണെങ്കിൽ നെറ്റ് റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക ഏകദേശം 4%. അതായത് ഈ FDയിൽ വെച്ചിരിക്കുന്ന പൈസ ഏകദേശം 2% വീതം അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തുകൊണ്ട് റിയൽ ഗ്രോത്ത് നമുക്ക് കിട്ടണമെങ്കിൽ ഇൻഫ്ലേഷനേക്കാൾ കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന അസറ്റിൽ വേണം നമ്മുടെ പൈസ നമ്മൾ കീപ്പ് ചെയ്യാൻ. ഏതൊക്കെയാണ് ഇൻഫ്ലേഷനേക്കാൾ കൂടുതൽ റിട്ടേൺസ് തരാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്? സ്റ്റോക്സ്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ്, ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ്, ഗോൾഡ്, ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് എല്ലാം ഇൻഫ്ലേഷനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഇൻഫ്ലേഷൻ കാരണം പൈസയുടെ വാല്യൂ കുറയാതെ ഗ്രോ ചെയ്യാൻ ഇത്തരത്തിലുള്ള അസറ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതുമായിരിക്കും. നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ റിട്ടേൺസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആഫ്റ്റർ ഇൻഫ്ലേഷൻ ആണ്. എന്നാൽ മാത്രമേ അതിന്റെ ആക്ച്വൽ ഫ്യൂച്ചർ വാല്യൂ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് 10% റിട്ടേൺസ് കിട്ടി എന്ന് പറയുമ്പോൾ അത് നമുക്ക് വളരെ വലുതായിട്ട് തോന്നും. എന്നാൽ ഈ 10% ഇൻഫ്ലേഷൻ കഴിഞ്ഞിട്ടാണോ 10% എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഇൻഫ്ലേഷൻ 6% ആണെങ്കിൽ 10% റിട്ടേൺസ് കിട്ടിയ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റിയൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 4% മാത്രമാണ്. ആക്ച്വൽ റിട്ടേണിൽ നിന്ന് ഇൻഫ്ലേഷൻ വാല്യൂ മൈനസ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് കിട്ടുന്ന റിയൽ ഗ്രോത്ത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഈ വീഡിയോ ഇവിടം വരെ കണ്ട ഒരാൾക്ക് ടൈം വാല്യൂ ഓഫ് മണി എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ അതിനെ എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യുമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പൈസയുടെ വാല്യൂ കുറയാതിരിക്കാൻ മൊത്തം പൈസേനെ ഒരൊറ്റ അസറ്റിൽ മാത്രമാക്കി വെക്കേണ്ട ആവശ്യമില്ല. ടൈം വാല്യൂ ഓഫ് മണി മനസ്സിലാക്കി നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് അതിന് വേണ്ട രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യണേ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.